ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് സുഷിത. എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. വളാഞ്ചേരി DLCPയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ എല്ലാ മറ്റ് DLCPകളും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ലീഡേഴ്സിന്റെയും സപ്പോർട്ടോട് കൂടിയിട്ട് എല്ലാ ആഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തി വരുന്ന നമ്മുടെ വെസ്റ്റീജിന്റെ പ്രോഡക്റ്റ് ട്രെയിനിങ് സെഷനിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ഈ ഒരു സെഷനിലേക്ക് നിങ്ങളുടെ ടീംമേറ്റ്സിനെ കൂടെ ഇൻവൈറ്റ് ചെയ്യുക. എല്ലാവരും ഒരു ലേണിംഗ് മോഡിൽ ഇരിക്കുക, അതായത് ഒരു ബുക്കും പേനയും ഒക്കെ ആയിട്ട് ഇരിക്കുക. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ, ഒരു പ്രൈം കാറ്റഗറിയിൽപ്പെട്ട ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളോട് ഇവിടെ ഈ ഒരു സെഷൻ നടക്കാൻ പോകുന്നത്. വെസ്റ്റീജ് പ്രൈം കാറ്റഗറിയിൽപ്പെട്ട എനർജി ബൂസ്റ്റർ. ആ ഒരു എനർജിയോട് കൂടിയിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് പാലക്കാട് പിലാപ്പള്ളി സ്വദേശിയായിട്ടുള്ള അച്ചു സാറാണ്. അച്ചു സാറിനെ കുറിച്ചിട്ട് പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് മാത്രമേ ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമുള്ളൂ. കാരണം എല്ലാ സെഷനുകളും അത്രയും മനോഹാരിതയോട് കൂടിയിട്ട് ആ ഒരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഹംബിൾ ആയിട്ട് നമ്മളോട് അവതരിപ്പിക്കുന്ന നമ്മുടെ അച്ചു സാറിനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച് സുഷിത മാഡം. വളരെ എനർജറ്റിക് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് തന്നെ. മാഡം വളരെ നമ്മുടെ പ്രോഡക്റ്റ് പോലെ തന്നെ വളരെ എനർജി ആയിട്ടാണ് ഇന്ന് മാഡം ഫസ്റ്റ് തന്നെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. റെഡി അല്ലേ? ആർ യു റെഡി? നമ്മളൊരു മണിക്കൂർ, ഒരു 5 മിനിറ്റ് അധികം എടുക്കും കേട്ടോ. കാരണം ഈ പ്രോഡക്റ്റ് അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഒരു മണിക്കൂർ 5 മിനിറ്റ് അധികം എടുക്കുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ? കാണാത്തവരെ വിളിച്ചോളൂ കേട്ടോ. നമ്മുടെ കുറെ ലീഡേഴ്സിനെ കാണാത്തതുകൊണ്ട് എല്ലാരെയും വിളിച്ചോളൂ. തുടങ്ങാം. റെഡി അല്ലേ? ആർ യു റെഡി? നിങ്ങൾ സാധാരണ പുതിയ ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ട്രെയിനിങ് മോഡിൽ തന്നെ ഇരിക്കുക. എല്ലാവരും ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അതിലേക്ക് വരണം. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തോളൂ. നമ്മൾ ഇപ്പൊ തുടങ്ങും. ഒറ്റ സെക്കൻഡ്. ഓക്കെ. ഗുഡ് മോർണിംഗ് വെസ്റ്റീജ് ബ്രാൻഡ് അംബാസിഡേഴ്സ്, ലീഡേഴ്സ്. നേരത്തെ സുഷിത മാഡം പറഞ്ഞ പോലെ വളാഞ്ചേരി DLCPയുടെയും അതുപോലെ തന്നെ മറ്റെല്ലാ DLCPയുടെയും മറ്റു നമ്മുടെ എല്ലാ ലീഡേഴ്സിന്റെയും അനുഗ്രഹാശിസ്സുകളോടെ പ്രോഡക്റ്റ് ട്രെയിനിങ്. എന്തുകൊണ്ടാണ് പ്രോഡക്റ്റ് ട്രെയിനിങ് എന്ന് ചോദിച്ചാൽ, പ്രോഡക്റ്റിനെ കുറിച്ച് വ്യക്തമായ അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വാങ്ങി ഉപയോഗിക്കാനും നമ്മുടെ ടീമിലേക്ക് അത് പ്രൊമോട്ട് ചെയ്യാനും കഴിയും. അതിന്റെ റിസൾട്ട് എല്ലാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടക്കുന്ന എല്ലാ പ്രോഡക്റ്റിന്റെ റിസൾട്ടും വളരെ നന്നായിട്ട് തന്നെ നമുക്ക് പല DLCPകളിൽ നിന്ന് ഫീഡ്ബാക്കിൽ അറിയാൻ കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എടുത്തിരിക്കുന്ന സിവക്ട്രോൺ എന്ന പ്രോഡക്റ്റ് വളരെ സ്റ്റോക്ക് ഔട്ട് ആയി. അതിന് ഒരുപാട് സന്തോഷമാണ്. ഓക്കെ, വെൽക്കം ടു സ്പെഷ്യൽ ട്രെയിനിങ്. ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ആയിട്ടുള്ള വെസ്റ്റീജിന്റെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു ട്രെയിനിങ് സെഷൻ നമുക്ക് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന വളാഞ്ചേരി DLCP ആണ്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്ന വെസ്റ്റീജ് മാനേജ്മെന്റ്, ഓപ്പറേഷൻസ്, നമ്മുടെ DLCPകളുടെ ഓപ്പറേഷൻസിൽ ഒരുപാട് നമ്മുടെ ഫാമിലി ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്ന ധാരാളം നമ്മുടെ ഓപ്പറേഷൻ വിഭാഗമുണ്ട്. കൊച്ചിയിലെ ബ്രാഞ്ച് ഹെഡ് ആയിട്ടുള്ള ജിനീഷ് സാറ്, അതുപോലെ നമുക്ക് സോണൽ സെയിൽസ് മാനേജർ അശോക് സാറ്, ASM വിഷ്ണു സാറ്, അതുകൂടാതെ തന്നെ എല്ലാ ഇവിടെ ഇരിക്കുന്ന DUCD, DCD, UCD, ക്രൗൺ ആൻഡ് ഡെവോ ലീഡേഴ്സ്, എല്ലാ ലീഡേഴ്സിനും, അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ലിങ്കും മറ്റേ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന DCD കൂടെ ആയിട്ടുള്ള സുധീഷ് മാർനാട് സാർ, അങ്ങനെ എല്ലാവരെയും നമ്മൾ ഈ ഒരു സെഷനിലേക്ക് അവരുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ നമ്മൾ ഈ സെഷൻ ആരംഭിക്കുകയാണ്. ഒപ്പം നമ്മൾ ദൈവത്തോട് നന്ദി പറയുക. നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോടും നമ്മുടെ ടീമിലിരിക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സെഷൻ നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആദ്യത്തെ സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. യെസ്, സ്ലൈഡ് മൂവ് ആയില്ലല്ലോ. യെസ് അല്ലേ? ആദ്യം തന്നെ നമുക്ക് ഇടിയിൽ തുടങ്ങാം അല്ലെ? ഇതാരാണ്? ബ്രൂസ്ലി അല്ലേ? ബ്രൂസ്ലി അല്ലേ? നമുക്ക് ഇടിയിൽ തുടങ്ങാം. ബ്രൂസ്ലി ഈ ഒരു കോട്ടിൽ പറഞ്ഞിരിക്കുന്നതാണ്, ഒരാളെ തോൽപ്പിക്കാൻ, അതായത് മനസ്സിനെ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അവരെ തോൽപ്പിച്ചാൽ മാത്രമേ ആ വ്യക്തി തോൽക്കുള്ളൂ എന്നാണ് ഇതിന്റെ മലയാള വേർഷൻ അല്ലേ? ശരിയല്ലേ? അപ്പൊ നമുക്ക് വെസ്റ്റീജിൽ വന്നവർ ഒരിക്കലും തോൽക്കാൻ വേണ്ടി വന്നവരല്ല, എല്ലാവരും ജയിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. ഏതൊക്കെ തരത്തിൽ നമുക്ക് ജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. രോഗത്തെ നമുക്ക് തോൽപ്പിക്കണം, അത് വെസ്റ്റീജ് നമ്മളെ സഹായിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി നമുക്കുണ്ടാവും, അതിനെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതിന് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, പേഷ്യന്റ്, ക്ഷമ. നമുക്ക് ഇവിടെ വരുമ്പോ ക്ഷമ വേണം. അതുപോലെ തന്നെ
പ്രാക്ടീസ് ദിവസവും നമ്മൾ പ്രോഡക്റ്റ് ട്രെയിനിങ് ആയിക്കോട്ടെ, ഓപ്പർച്യൂണിറ്റി ഷെയറിംഗ് ആയിക്കോട്ടെ, ഇതിങ്ങനെ ശീലമാക്കി എടുക്കുക. ഒപ്പം അതൊരു പെർഫോമൻസ് ലെവലിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഈ പെർഫോമൻസ് ലെവല് ഒപ്പം നമ്മുടെ ബേണിംഗ് ഡിസയർ, നമ്മുടെ ഉള്ളിൽ അതിയായ ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങൾ, തീവ്രമായ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങളുള്ളവർക്ക് അവരെ മൈൻഡിനെ അല്ലെങ്കിൽ അവരെ തളർത്താൻ ഒരാൾക്കും കഴിയില്ല. അല്ലെ, ശരിയല്ലേ? യെസ് ഓർ നോ? നേടിയെടുക്കാൻ കഴിയില്ല എന്ന് നമ്മളോട് പലരും പറയുമ്പോഴും, നമ്മൾ പരാജയമാണെന്ന്, നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് നമ്മൾ ചുറ്റുമുള്ളവർ പറയുമ്പോഴും, നമ്മളൊരു വട്ടപൂജ്യമാണെന്ന് പറയുമ്പോഴും, നമ്മളെ സകലരും പരിഹാസിക്കുമ്പോഴും, വിജയം വരെ ആത്മാർത്ഥമായിട്ട് പൊരുതി 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 നേടിയെടുക്കുന്ന ഒന്നിന്റെ പേരാണ് ചങ്കൂറ്റം. ആ ചങ്കൂറ്റത്തോടുകൂടെ വന്നിരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന, ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സും. സോ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇന്നത്തെ സെഷന്റെ പേര് തന്നെ എന്താണ്? ആഡ് പവർ ടു യുവർ ലൈഫ് വിത്തൗട്ട് ഫെയിൽ. ഒരിക്കലും നമ്മൾ പരാജയപ്പെടുന്നില്ല. വെസ്റ്റേജിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പരാജയവും വരുന്നില്ല. നമ്മുടെ ജീവിതത്തില് മുന്നോട്ട് എനർജി മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പ്രോഡക്റ്റും എനർജി ബൂസ്റ്ററാണ്. ആ എനർജിയിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമുക്ക് എപ്പോഴും പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ വേണം. ഏതൊരു കാര്യത്തിൽ നമ്മുടെ മൈൻഡിന് പവർഫുൾ ആയിട്ട് ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൂ. അതിനാണ് വിവിധ തരത്തിലുള്ള കമ്പനിയുടെ ട്രെയിനിങ്ങുകൾ നമുക്കിങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ആദ്യം ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ്? നമുക്ക് പലപ്പോഴും ഇന്ന് ഫാമിലികളിലൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സ്ട്രെസ്. അല്ലെ? എന്താണ് സ്ട്രെസ്? നമ്മുടെ ഉള്ളിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരുതരം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാറുണ്ട്. അത് സാമ്പത്തികപരമായിക്കോട്ടെ, കുടുംബ പശ്ചാത്തലത്തിലൂടെ ആയിക്കോട്ടെ, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഒരു പിരിമുറുക്കം അനുഭവപ്പെടുന്ന ആളുകളാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഓരോരുത്തരും. പക്ഷെ സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നറിയോ, നമ്മുടെ പ്രിയപ്പെട്ട ലേഡി സഹോദരിമാരൊക്കെ പറയുന്നത് അയ്യോ ടെൻഷനാണെന്ന്. പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാക്കുന്നത് ജെൻസ്, നമ്മുടെ സഹോദരങ്ങൾ, അല്ലെ, പ്രിയപ്പെട്ടവര് ധാരാളം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ആ സ്ട്രെസ് കൊണ്ടാണ് പലപ്പോഴും അവരുടെ ഹാപ്പി ലൈഫിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റാതെ വരുന്നത്. ആ പിരിമുറുക്കത്തെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം. എങ്ങനെയൊക്കെ നോക്കാം. അപ്പൊ നമ്മൾ പലതരം രോഗങ്ങൾക്ക് നമ്മുടെ ഉണ്ടാവുന്ന മാനസിക പിരിമുറുക്കത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന് പല പല ലക്ഷണങ്ങൾ ഉണ്ടാവും. ഈ മാനസിക പിരിമുറുക്കം മുഴുവൻ നമ്മൾ എങ്ങനെ ഒഴിവാക്കിയെടുക്കാം എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം രോഗങ്ങൾ വരുന്നുണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്താണ്, അതിന് എന്തെല്ലാം രീതിയിൽ നമുക്ക് സപ്ലിമെന്റ് ചെയ്തുകൂടെ പരിഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ മാറ്റിയെടുക്കാം എന്ന് നമ്മൾ വിവിധ തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിലൊരു ട്രെയിനിങ് ആണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തെല്ലാം തരത്തിലുണ്ടോ അതിനെ വികാരപരമായിട്ടുള്ള വ്യതിയാനങ്ങളെ മാറ്റിമറിക്കാൻ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗത്ത് എങ്ങനെ കളർഫുൾ ആക്കി എടുക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഇനി വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ മാനസിക പിരിമുറുക്കത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു വ്യക്തിയുടെ മനസ്സിനും ശരീരത്തിനും പ്രത്യേക കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് പ്രതികരിക്കുക, അല്ലെങ്കിൽ ഒരു സംഘർഷം നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ മാറുക. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. നമ്മുടെ ഉള്ളിൽ അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുണ്ടാവുന്ന ഒരു സ്ട്രെസ് വരും. ഈ സ്ട്രെസ് ഇങ്ങനെ നമ്മൾ വന്ന് എന്ത് പറ്റും? നമ്മുടെ എല്ലാ സാഹചര്യത്തിലും, കുടുംബ സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ചും ഫാമിലി ലൈഫിനെ എപ്പോഴും കളർഫുൾ ആക്കാവുന്നതിന് തടസ്സം നിൽക്കുന്ന മഹാവില്ലൻ ആരാന്ന് ചോദിച്ചാൽ സ്ട്രെസ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ പല പ്രിയ സഹോദരന്മാർക്കും അവരുടെ ആക്റ്റീവ് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഫാമിലി ലൈഫിൽ പോലും അത് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് സ്ട്രെസ് മാറുന്നുണ്ട്. സോ നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കെയർ കൊടുക്കണമെന്ന് ഒരു റിക്വസ്റ്റ് കൊടുക്കുക. കാരണം ആസ് എ ജെൻസ്, ഒരു ആണെന്ന നിലയിൽ പലപ്പോഴും മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാറുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ എങ്ങനെയാണ്? വിവിധ തരത്തിൽ വെസ്റ്റേജ് ട്രെയിനിങ് തരാറുണ്ട്, നമ്മളെങ്ങനെ മോട്ടിവേറ്റഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മളെ മാറ്റാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പുറത്ത് സമൂഹത്തിൽ ധാരാളം പേര് ഈ സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. ആ സ്ട്രെസ്സുകൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ എന്തെല്ലാം തരത്തിൽ നമ്മുടെ സപ്ലിമെന്റിലൂടെ നമുക്ക് ഇന്നത്തെ പ്രശ്നത്തെ പരിഹരിക്കാം. റെഡിയല്ലേ? അപ്പൊ നമുക്ക് പലപ്പോഴും നമ്മുടെ നിയന്ത്രണം മനസ്സിന് നഷ്ടപ്പെടും. മനസ്സിനെ ആശ്വാസപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുക, ഉറക്കത്തെ സംബന്ധിക്കുന്ന ധാരാളം പ്രശ്നങ്ങളിലേക്ക് എത്തുക, തലവേദന ഉണ്ടാവുക, അത് പിന്നീട് മൈഗ്രെയിനിലേക്ക് മാറുക, ഹൃദയമിടിപ്പ് കൂടുക, നെഞ്ചുവേദന വരിക, ചുണ്ടുകൾ വരണ്ടു പോകുക, അങ്ങനെ വയറിന് അസ്വസ്ഥത ഉണ്ടാവുക, മദ്യം പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്ക് അറിയാതെ എത്തിച്ചേരാനുള്ള ഒരു സാധ്യതകളിലേക്ക് വരിക,
പല്ലുകൾ കടിക്കുക, പ്രത്യേകിച്ച് സെക്ഷലി നമ്മൾ ഡിസപ്പോയിന്റഡ് ആവുക. ഈ അവസാന പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൈ ഡിയർ ഫാമിലി മെമ്പേഴ്സ്, ഈ ഒരു ടോപ്പിക് പലപ്പോഴും എടുക്കുന്നതിന് മുമ്പ് ഇന്ന് തന്നെ പല ലീഡേഴ്സും പറഞ്ഞു ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് ചോദിച്ചിരുന്നു. കാരണം നമ്മൾ ഇത് പഠിക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷൽ എൻഹാൻസർ എന്ന പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതിലെ കണ്ടന്റുകളൊക്കെ എല്ലാ വെസ്റ്റീജിന്റെ എല്ലാ പ്രോട്ടോകോളും അതുപോലെ തന്നെ ബഹുമാനവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇതിലെ എല്ലാ വാചകങ്ങളും എനിക്ക് ചിലത് ഉപയോഗിക്കേണ്ടി വരും. അത് നമ്മളൊരു മുതിർന്ന അംഗങ്ങളാണ്, നമ്മളിത് മനസ്സിലാക്കുകയാണ്, പഠിക്കുകയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ചില ആ രീതിയിൽ തന്നെ പറഞ്ഞാൽ മാത്രമേ ഇതിന്റെ ആ സീരിയസ്നെസ് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ, കോർ വാല്യൂ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്കത് ടീമിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും സദയം ക്ഷമിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എല്ലാം ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ തുടങ്ങാം. അപ്പൊ നമ്മൾ ഇന്ന് പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള എഫക്റ്റുകളാണ് സ്ട്രെസ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ സ്ട്രെസ് കൊണ്ട് ധാരാളം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്ലീപ്പിംഗ് ഡിസോർഡർ വരുന്നുണ്ട്, വെയിറ്റ് കൂടുന്നുണ്ട്, വെയിറ്റ് കുറയുന്നുണ്ട്, ഹൈപ്പർ ടെൻഷൻ വരുന്നുണ്ട്, കാർഡിയോ വാസ്കുലർ ഡിസീസുകൾ വരാറുണ്ട്. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ബാധിക്കാറുണ്ട്, മസിൽ ടെൻഷൻ മസിലിനെ പലതരത്തിലും ബാധിക്കാറുണ്ട്, സ്കിന്നിനെ നമുക്ക് ബാധിക്കാറുണ്ട്, ഇമോഷണലി നമുക്ക് ബാധിക്കാറുണ്ട്, ആങ്സൈറ്റി വരുന്നുണ്ട്, ദുഃഖങ്ങൾ വരുന്നുണ്ട്, മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന മോട്ടിവേഷൻ നമുക്ക് കുറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സെൽഫ് എസ്റ്റീം, അവനവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന സെൽഫ് എസ്റ്റീം കുറഞ്ഞു വരുന്നുണ്ട്, സെൽഫ് കോൺഫിഡൻസ് എവിടെയൊക്കെയോ നമുക്ക് മിസ്സാവുന്നുണ്ട്, അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ടെൻഡൻസി നമുക്ക് വരുന്നുണ്ട്, മെമ്മറി പ്രോബ്ലങ്ങൾ വരുന്നുണ്ട്, ധാരാളം ഫീലിംഗ് അറിഞ്ഞോ അറിയാതെയോ സങ്കടങ്ങള് ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ പലരും വരുന്നുണ്ട്. നമ്മുടെ ഉണ്ടാവുന്ന ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാവുന്ന പല ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട്, അതുപോലും നമ്മളെ ബാധിക്കുന്ന അങ്ങനെ ഒരു സ്ട്രെസ് നമ്മളെ സോഷ്യൽ എഫക്റ്റ് ആയിട്ട് എല്ലാ തരത്തിലും ബാധിക്കുന്ന ഒരു പ്രശ്നം നമ്മളെ ഏറ്റവും പരമമായി ബാധിക്കുന്നതാണ് നമ്മുടെ സെക്ഷലി എൻഹാൻസ് ചെയ്യാനുള്ള പവർ കുറഞ്ഞു വരിക എന്നുള്ളത്. അപ്പൊ ഈ ഒരു സ്ട്രെസ്സിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കുകയാണ്. റെഡി? അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എന്താണ് നോക്കേണ്ടത്? നമ്മുടെ ഉള്ളില് ഇവിടെ ഒരു അടുത്തൊരു സ്ലൈഡിലേക്ക് നമ്മൾ പോകും. അത് ഏറ്റവും പ്രധാനമാണ് സെറം കോർട്ടിസോൾ. ഈ സെറം കോർട്ടിസോൾ എന്നൊരു ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ആണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, പുറത്ത് ഈ മീറ്റിംഗിൽ കയറാത്ത ഈ ജോയിൻ ചെയ്യാത്ത ആളുകളും ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ശരീരത്തിലെ ഓരോ കോശങ്ങളെ ബാധിക്കുന്ന ഒരു അത്യാവശ്യ ഒരു ഹോർമോണാണ് സെറം കോർട്ടിസോൾ. സെറം കോർട്ടിസോൾ എത്ര ശരീരത്തിൽ കൂടുന്നുവോ അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്, ആങ്സൈറ്റി, ടെൻഷൻ, പ്രഷർ അങ്ങനെ ഉണ്ടാവുന്ന എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വരും. ഒന്നുകൂടെ പറയാം, സെറം കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം നമ്മുടെ സ്ട്രെസ്സുകൾ കൂടിക്കൊണ്ട് വരും. എത്രത്തോളം നമുക്ക് സ്ട്രെസ് കൂടുന്നു അത്രത്തോളം നമ്മുടെ പെർഫോമൻസ് വീക്ക് ആവും. പെർഫോമൻസ് വീക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലാണ് കരുതിക്കോളൂ, നമ്മുടെ പെർഫോമൻസ് വീക്കായി പോകും. പ്രിയപ്പെട്ട ജെൻസ്, നമ്മുടെ സഹോദരന്മാരെ, അതുകൊണ്ട് ഈ നമ്മുടെ ശരീരത്തിലെ പുരുഷ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോണിൻ കുറയാൻ കാരണമാവും. ഈ ടെസ്റ്റോസ്റ്റെറോണിൻ കുറയുമ്പോൾ നമ്മുടെ ആക്റ്റീവ് ലൈഫിൽ നമ്മുടെ പാർട്ട്ണറുടെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു തോന്നൽ പോലും, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ അധികം പ്രശ്നങ്ങളിലേക്ക് ഈ ഒരു സെറം കോർട്ടിസോളിന്റെ വ്യതിയാനം നമ്മളെ എത്തിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. അപ്പൊ ഈ കോർട്ടിസോള് പലതരത്തിൽ നമ്മുടെ ഇതാവുന്നുണ്ട്. നമുക്ക് രോഗപ്രതിരോധത്തെ സഹായിക്കാൻ, അങ്ങനെ നമ്മുടെ അഡ്രിനാലിൻ ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഇത്തരം ഈ ഒരു ഇത് നമ്മളെ പലതരത്തിലും, നമ്മളെ ഓരോ തരത്തിലും നമ്മളെ മുന്നോട്ട് നയിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു സെക്ഷലി ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് കളർഫുൾ ആവുള്ളൂ, അല്ലെങ്കിൽ പൂർണ്ണമാവുള്ളൂ. അല്ലാതെ ഒരിക്കലും അത് കളർഫുൾ ആവില്ല, അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ആയിരിക്കില്ല. അപ്പൊ അതിന് നമ്മുടെ സ്ട്രെസ്, പ്രത്യേകിച്ച് ജെൻസ്, നമ്മുടെ സഹോദരന്മാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം കൊണ്ട് അവരുണ്ടാവുന്ന സെറം കോർട്ടിസോളിന്റെ വ്യത്യാസം അവരെ ടെസ്റ്റോസ്റ്റെറോൺ എന്ന ഹോർമോണ് കുറയാൻ കാരണമാവുന്നത് വഴി അവരെ എൻഹാൻസിംഗിലേക്ക് എത്തും. ഇന്ന് ആഫ്റ്റർ കോവിഡ് എല്ലാ ആളുകൾക്കും പഠനങ്ങളിൽ ഏതാണ്ട്, ആ പഠനത്തെ കുറിച്ച് വരുന്ന ഡീറ്റെയിൽ പിന്നെ വരുന്നുണ്ട്, ഏതാണ്ട് ഒരു 80% പേർക്ക് ഇത് ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവരിലെന്ന് പറയാൻ പറ്റില്ല, ഒരു 80%. അതിന്റെ കണക്കുകൾ വരുന്ന ക്ലാസ് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇത് ഇതിന് പ്രധാന കുറെ കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവല് വ്യത്യാസം വരുത്താൻ ഇതിനെ സഹായിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തില്
സമ്മർദ്ദം അല്ലെങ്കിൽ BP പോലെയുള്ളതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു തരത്തിലല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലെ വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതിനെ അല്ലെങ്കിൽ ബാഹ്യപരമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവുന്നതിനൊക്കെ സഹായിക്കാൻ ഈ നമ്മുടെ പെർഫോമൻസ് ലെവൽ വീക്ക് ആവുമ്പോൾ ഈ സെറം കോർട്ടിസോൾ നമ്മളെ തടയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്ത് എടുത്തേ പറ്റൂ. 40 വയസ്സിന് മുകളിലുള്ള എല്ലാ ഒരു പഠന റിപ്പോർട്ട് ഏറ്റവും ലാസ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും 40 വയസ്സ് കഴിഞ്ഞ് 40+ കഴിഞ്ഞ എല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചേ പറ്റൂ. ഓക്കെ, കാരണം ഇത് അത്രയും ഒരു നമ്മുടെ ലൈഫിനെ ടേൺ ചെയ്യാൻ പറ്റുന്ന ഒരു 360 ഡിഗ്രി ടേൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം ഇത് മടിച്ചു നിൽക്കേണ്ട, മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ, നമ്മുടെ ഈ ഹോർമോൺ വേരിയേഷനെ, അത് നമ്മൾ മനഃപൂർവ്വമൊന്നുമല്ല. നമ്മളൊക്കെ വിചാരിക്കുന്നത് പലപ്പോഴും ജെൻസ്, നമ്മുടെ സഹോദരന്മാർക്ക് ഞാൻ നമ്മുടെ ഫിസിക്കലി ഫിറ്റ് ആണ്, ഞാൻ എൻ്റെ പവർ ഉണ്ട് എന്നൊക്കെ നമ്മൾ കരുതും. ബട്ട് നമ്മുടെ യഥാർത്ഥ ലൈഫ് പാർട്ട്ണറോട് ചോദിച്ച് ക്ലിയർ ചെയ്യുമ്പോൾ പലപ്പോഴും അവരറിയാതെ തന്നെ ഒരു നോ ഉത്തരം നമുക്ക് വരും. പക്ഷെ അവർ നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്യാൻ ശ്രമിക്കില്ല. ബട്ട് അങ്ങനെയൊന്നും ഉണ്ട്. 40+ ഉള്ളവരൊക്കെ, പ്രത്യേകിച്ച് കോവിഡ് വന്നിട്ടുള്ളവരൊക്കെ, അല്ലാതെ തന്നെ ഉള്ളവരും സ്ട്രെസ് ഒരുപാട് അനുഭവിക്കുന്നവരൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ള റിക്വസ്റ്റ് എനിക്കുണ്ട്. ക്ലിയർ? ഓക്കെ. അപ്പോ നേരത്തെ കണ്ടു ഈ ഒരു സ്ലൈഡിൽ കാണാൻ പറ്റും നമ്മുടെ എത്രത്തോളം നമ്മുടെ സെറം കോർട്ടിസോളും ഇങ്ങനെ വ്യത്യാസങ്ങൾ നമ്മൾ വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ ഹോർമോൺ നമ്മുടെ അഡ്രിനാൽ ഗ്ലാൻഡ് ആണ് ഉത്പാദിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ഓരോ തരത്തിലുള്ള സ്ട്രെസ്സിനെ റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതാക്കുന്നുണ്ട്. എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സർവൈവൽ ആയിട്ട് പലപ്പോഴും നമുക്ക് പല ക്ലാസ്സുകളിലും സർവൈവൽ മോഡിലേക്ക് എത്തിക്കാൻ, എന്താണ് സർവൈവൽ മോഡിലേക്ക് നമുക്ക് എത്തിക്കാൻ ഈ ഒരു ഹോർമോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ എഫക്റ്റ് ബോഡിയിൽ പൂർണ്ണമായിട്ടും എല്ലാ ഫങ്ഷനെയും ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പെർഫോമൻസിനെയും നമുക്ക് കൂട്ടാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ മോർണിംഗ് സമയം നിങ്ങൾ ജസ്റ്റ് വെറുതെ നോക്കിയാൽ പറ്റും. നമ്മുടെ മോർണിംഗ് സെഷനിലേക്ക് ആക്റ്റീവ്നെസ് ഉണ്ടാവും. ഉറങ്ങി എഴുന്നേറ്റ് മൂടിൽ സമയത്ത്, ഈ ഒരു സമയത്ത് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി നമ്മൾ പോകുന്ന സമയത്ത് ഒരു 8 മണി 9 മണി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഒരു മോർണിംഗ് ലെവലിലേക്ക് എത്തുമ്പോൾ ഈ നമ്മുടെ സെക്ഷൽ ഹോർമോണിനെ പോലെയുള്ള ഹോർമോൺസിന്റെ എല്ലാ ലെവലുകൾക്ക് ഒരു അല്പം നമുക്കൊരു വ്യത്യാസം ഉണ്ടാവും. ഉച്ചയ്ക്ക് കഴിയുമ്പോൾ അതിങ്ങനെ പതുക്കെ കാരണം നമ്മുടെ ഉള്ളിലേക്ക് സ്ട്രെസ് ഒക്കെ വരുന്നുണ്ട്. കാരണം ജോലി ഭാരങ്ങൾ, ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, ഫാമിലിയുമായിട്ടോ മറ്റേ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പതുക്കെ ഇതിങ്ങനെ താഴോട്ട് വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി 8 to 10 നമ്മൾ പോകുമ്പോൾ അത് നമ്മൾ ഏറ്റവും ബേസ് ലെവലിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ഈ എത്തിക്കുന്നത് വഴി നമ്മുടെ പെർഫോമൻസ് ലെവൽ വീക്ക് ആവുന്നു. ക്ലിയർ ആണോ? അപ്പൊ അതുകൊണ്ട് സ്ട്രെസ് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനെ നമ്മൾ മാറ്റിവെക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ ചില ആളുകളുടെ വെയിറ്റ്, അമിതമായിട്ട് ബോഡി വെയിറ്റ് കൂടുന്ന സമയത്ത് ഓവറോൾ ഹെൽത്തിനെ ബാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രോണിക് ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ മോഡിലേക്ക് എത്തിക്കാൻ, പ്രത്യേകിച്ച് സെക്ഷലി നമ്മൾ ഹാപ്പിനെസ്സിലേക്ക് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ക്രോണിക് ആയിട്ടുള്ള ഒരു നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് പോകുമ്പോൾ നമുക്ക് അറിയാതെ എന്ത് പറ്റും, നമ്മുടെ സ്ട്രെസ് ഇത് കൂടി വരും. അപ്പൊ എപ്പോഴും സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള നല്ല അലൈൻമെന്റ് ഉണ്ടാവണം. റെഡി? ക്ലിയർ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ധാരാളം പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ രാവിലെ ഞാൻ പറഞ്ഞു, ഉച്ചയ്ക്ക് രാത്രിയാകുമ്പോൾ ഇതിനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയല്ലേ? അപ്പൊ ഈ അമിതമായിട്ടുള്ള ഈ സെറം കോർട്ടിസോള് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തെയാണ് ആദ്യം തന്നെ ബാധിക്കുന്നത്. തലച്ചോറിന്റെ ആരോഗ്യത്തെ ബാധിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഒരു ഹാപ്പി ലൈഫ് വൈകുന്നേരം അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മുടെ മൂഡൊക്കെ അനുസരിച്ച് ആവുമ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ബ്രെയിനിന് എന്ത് പറ്റും, ബ്രെയിനിന്റെ ആരോഗ്യത്തെ അത് ബാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യും. സെക്ഷൽ ഹോർമോണിന്റെ അളവ് കുറഞ്ഞു. ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് പറ്റും, വിഷാദം നമ്മുടെ ഉള്ളിലേക്ക് വിഷാദം വരും. അറിയാതെ തലവേദനകൾ വരും. ചിലവർ ഇങ്ങനെ ഇത് ചിന്തിച്ചിട്ട് ഹാർട്ട് പേഷ്യൻസിലേക്കോ മെമ്മറി ലോസിലേക്കോ നമ്മുടെ ഒരു ഫോക്കസ് പോകുന്നതിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള പോസിബിലിറ്റി നമ്മുടെ ഇവിടെയുള്ള ഒരു നല്ല ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റും ഇതുപോലെയുള്ള ആളുകളൊക്കെ അറിയാതെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ, റിലേറ്റീവ് സർക്കിളിൽ, അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന ഒരു പ്രോസ്പെക്ട്, അതും അല്ലെങ്കിൽ നമ്മൾ ആരെ കണ്ടാലും അവിടെ എവിടെയൊക്കെയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവരുണ്ട്. അവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ വെസ്റ്റിജ്
പ്രൈം കാറ്റഗറിയിൽ തന്നെ ഉള്ള എനർജി ബൂസ്റ്റർ. ഓക്കെ, ഓക്കെ, നമ്മൾ അങ്ങനെ ഉറക്കമില്ലായ്മയൊക്കെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഇൻസുലിൻ അല്ലെ, നമ്മുടെ ശരീരത്തിൽ പലരും പറയാണ്ട് ഇൻസുലിൻ ഇതിന്റെ പ്രതിരോധ ശേഷി, നമ്മൾ പലരും ഡയബറ്റിക്കിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ പ്രതിരോധ ശക്തിക്ക് പോലും തടസ്സം നിൽക്കാൻ ഈ ഒരു ഹോർമോണിന് കഴിയുന്നുണ്ട്. അങ്ങനെ നമുക്ക് പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായിട്ടും തളർത്താൻ അല്ലെങ്കിൽ മാറ്റിവെക്കാൻ ഈ ഒരു ഹോർമോണിന് വരുന്നുണ്ട്. സോ നമ്മുടെ പ്രായം അല്ലെ, ഇനി അടുത്തത് കുറച്ച് കടുപ്പത്തിലേക്ക് പോകണ്ട്. നമ്മുടെ പുരുഷ സഹോദരന്മാരുടെ ടെസ്റ്റോസ്റ്ററോണിന്റെ ശാരീരിക പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടുള്ള ഒന്ന് പ്രോസ്റ്റേറ്റുമായിട്ടും അവരുടെ വൃഷണം ആയിട്ടും പ്രത്യുൽപാദന അവയവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് വല്ലാതെ താഴോട്ട് പോകുക അല്ലെങ്കിൽ നിലനിർത്താൻ കഴിയാതെ വരിക എന്നതാണ്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെ ദേഷ്യത്തിലേക്കും പിന്നെ വന്ധ്യത അതിലേക്ക് പോകുന്നതിലേക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ജീവിതശൈലി രോഗത്തിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ വ്യായാമങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പലരും വ്യായാമം ചെയ്യാറില്ല. ചുമ്മാ നമ്മൾ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ഞരമ്പുകൾക്കും നമ്മുടെ പേശികൾക്കും ഒക്കെ ആക്റ്റീവ്നെസ് കിട്ടണമെങ്കിൽ നമ്മൾ ഫിസിക്കലി കുറെ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യായാമ മുറകളൊക്കെ നമ്മൾ എത്ര കണ്ട് ഈ 40+ കഴിഞ്ഞവർ പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടെ എല്ലാവരും അത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പൊ പ്രായപൂർത്തിയായിട്ടുള്ള നമ്മുടെ പുരുഷന്മാരുടെ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവുകൾ എപ്പോഴും അതിനെ കറക്റ്റ് ആക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുക. ഒരു ക്രോണിക് സ്ട്രെസ് എന്ന ലെവലിലേക്ക് പോകുമ്പോൾ എന്തു പറ്റും? ടെസ്റ്റോസ്റ്ററോണിന്റെ ഉൽപാദനം തീർത്തേ ഇല്ലാതാവുമെന്ന് അമേരിക്കയിലെ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ ഒരു പഠനത്തിലൂടെ ഇത് പറയുന്നുണ്ട്. ഒരാളുടെ തൊഴിൽ, വ്യക്തിബന്ധങ്ങള്, ജീവിതത്തിലെ ദൈനംദിന പ്രശ്നങ്ങള്, ഇതെല്ലാം സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും. പ്രത്യേകിച്ച് ചിലപ്പോ എത്രയൊക്കെ ദേഷ്യമുള്ള ഒരു ഭർത്താവ് ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ എന്തെങ്കിലും ഒന്ന് മോശമായിട്ട് അല്ലെങ്കിൽ ഒന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മളത് പ്രകടിപ്പിക്കില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ പാർട്ട്ണറുടെ ആരോഗ്യത്തെയോ എവിടെയൊക്കെയോ നമ്മൾ ബാധിക്കുന്നുണ്ട് എന്ന് സ്ട്രെസ് വരുന്ന സമയത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യമായുള്ള സ്ട്രെസ്സുകളൊന്നും കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇതുകൂടെ തന്നെ ഏഷ്യയിലെ ജേർണൽ ഓഫ് ആൻഡ്രിയോളജിയിൽ 2014 ഒരു പഠനം പറയുന്നുണ്ട്, ഇങ്ങനെ വരുന്ന സമയത്ത് ടെസ്റ്റോസ്റ്ററോണിന്റെ അളവുകൾ കുറഞ്ഞു പോകുന്ന സമയത്ത് എന്ത് പറ്റും? അവരെ വണ്ണം വെക്കാനുള്ള സാധ്യത, അമിതമായിട്ടുള്ള വണ്ണം വെക്കാനുള്ള സാധ്യതയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. എല്ലാ പഠനങ്ങളിലും അല്ല, പക്ഷെ ഈ ഒരു പഠനത്തിൽ പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഡയറ്റുകൾ ഫോളോ ചെയ്യുക, സപ്ലിമെന്റുകൾ നമുക്ക് അത്യാവശ്യമാണ്. കാരണം നമ്മളെല്ലാവരും ഭാഗ്യന്മാരാട്ടോ. വെസ്റ്റേജ് നമുക്ക് ഡിവൈൻ ആയിട്ടുള്ള കുറേ സപ്ലിമെന്റുകൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രായത്തെ കൂട്ടാതെ നമ്മുടെ ആക്റ്റീവ് ലൈഫിനെയൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഇതെല്ലാം മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു. നമ്മുടെ കൂടെ ടീമിലുള്ളവർക്കും പുതിയ ആളുകൾക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളിത് ഈ അളവ് നമ്മൾ മനസ്സിലാക്കണം. ഏതാണ്ട് COVID-19 ശേഷം ആ മരിച്ച പല ആളുകളുടെയും പഠനം വിധേയമാക്കിയപ്പോ അതിലെ ഏതാണ്ട് 232 പേര്, അതായത് 250 പേരിലെ 232 പേർക്കും ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിന്റെ അളവിൽ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ കോവിഡ് വന്നവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന് ഞാൻ പറഞ്ഞു വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ സീന്ന് ടൈപ്പ് ചെയ്യൂ കേട്ടോ. നോക്കട്ടെ, ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ പേരൊന്നും വിളിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള ഈ സ്ട്രെസ്സുകളെയും ആങ്സൈറ്റിയും ലോ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവിൽ ഇതാക്കുന്നതും നമ്മുടെ സ്റ്റാമിനയെ കുറയ്ക്കുന്നതും ലോ ലിബിഡോ ശാരീരിക ബന്ധമായിട്ടുള്ള പ്രശ്നം ഇതാക്കാനും ഒക്കെ ഉണ്ടാവുന്ന ഉണർവുകളെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എനർജി ബൂസ്റ്റർ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഡീപ്പാക്കല്ലേ?
കുറച്ചുകൂടി ഡീപ്പാക്കാൻ പോവാണ്. യെസ്. അപ്പൊ നമ്മള് ഈ ഒരു പ്രോഡക്റ്റിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഈ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സ്ട്രെസ് തൊട്ട് ഈ മെഡിക്കലി ഉണ്ടാവുന്ന ആയിട്ടുള്ള ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സും ആൻസൈറ്റിയും ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഹോർമോൺ ഇംബാലൻസ് തൊട്ട് എല്ലാം നമ്മുടെ സ്റ്റാമിനെ ബാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊക്കെ ഒരു വൺ സൊല്യൂഷൻ, ഒരൊറ്റ സൊല്യൂഷനാണ് വെസ്റ്റിജ് എനർജി ബൂസ്റ്റർ പ്രൈം കാറ്റഗറിയിൽ. അപ്പൊ ഇതിൽ ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ നേരെ പോവാണ്. ഓക്കെ, ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് അശ്വഗന്ധയാണ്. അശ്വം എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു കുതിരയുടെ ഇതുണ്ട് കേട്ടോ, അല്ലെ? കുതിര അല്ലേ? അടുത്തതാണ് ഏറ്റവും അവസാനത്തെ ഒരു ഇതിലാണെങ്കിൽ പോലും പവർഫുൾ ആയിട്ടൊരു സെക്ഷൽ ആയിട്ടുള്ള ഒരു ഇതാണ് സർപ്പഗന്ധ എന്നുള്ളത്. ഈ രണ്ട് പോയിന്റുകളും ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ രണ്ട് കോമ്പിനേഷൻ വെസ്റ്റീജ് നമ്മളെ എങ്ങനെ സഹായിക്കുന്നത് അവസാന പാർട്ടിലുണ്ട്. ഇത് ഇപ്പൊ നമുക്ക് അശ്വഗന്ധ എങ്ങനെ പഠിച്ചു പോകാം. ഓക്കെ, അശ്വഗന്ധ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇന്ത്യയിൽ ഒരു ഹെർബാണ്. ഇത് വിന്റർ ചെറി എന്നൊക്കെ രൂപത്തിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മളെ ഒരു 100 പോയിന്റോളം ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അശ്വഗന്ധ എങ്ങനെയാണ് നമ്മളെ ഒരു പുരുഷൻ അല്ലെങ്കിൽ ജൻ സഹോദരന്മാരെ എങ്ങനെ സഹായിക്കുന്നു നമുക്ക് നോക്കാം. അവരുടെ അശ്വഗന്ധ ഉപയോഗിക്കുന്ന വഴി നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിനെയും പൂർണ്ണമായിട്ടും കുറയ്ക്കാനും നമ്മുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന സെറം കോർട്ടിസോൾ ലെവലിനെ ശരിയായ രീതിയിലാക്കിയെടുക്കാനും അശ്വഗന്ധ സഹായിക്കുന്നു. പോയിന്റ് നമ്പർ 1. നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ, അതിന്റെ പ്രോസസ്സിംഗ് സ്പീഡുകൾ, അതായത് നമ്മുടെ മെമ്മറി പോലെയുള്ള പ്രവർത്തനങ്ങളെ എല്ലാത്തിനെയും സ്പീഡ് കൂട്ടാനും നമ്മുടെ ആക്റ്റീവ് ലൈഫിനെ എൻഹാൻസ് ചെയ്യാനും ആർക്ക് പറ്റുന്നു? അശ്വഗന്ധ ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻസിന് കഴിയുന്നു. അതുപോലെയാണ് ന്യൂറോ പ്രൊട്ടക്ഷൻ. നമ്മുടെ ഫിസിക്കലി ഫിറ്റ് ആവുന്ന ഒരാളുടെ ജൻ സഹോദരി ആയിക്കോട്ടെ സഹോദരനായിക്കോട്ടെ, ഞരമ്പുകളിലൂടെയാണ് ഈ ഫങ്ഷൻ ശരിയായ രീതിയിൽ നമ്മളിലേക്ക് എത്തുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാ ഇത്തരം സെക്ഷൽ എൻഹാൻസറുടെ ഫങ്ഷൻ വേണമെങ്കിൽ നമ്മുടെ ഞരമ്പുകൾക്ക് നല്ല ആക്റ്റീവ്നെസ് ഉണ്ടാവണം. ഇത് കിട്ടണമെങ്കിൽ അശ്വഗന്ധയിലെ ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട്സും നമ്മുടെ ന്യൂറോ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസുകൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ അശ്വഗന്ധ സഹായിക്കുന്നു. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഞരമ്പുകൾക്ക് എവിടെയെങ്കിലുമൊക്കെ തളർച്ചയോ മറ്റും ഉണ്ടാവുമ്പോൾ നമ്മുടെ എൻഹാൻസിങ് പവറിന് എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഇൻഫ്ലമേഷനെ തീർത്തും മാറ്റി നമ്മുടെ ഫങ്ഷൻ കറക്റ്റ് ആക്കി എടുക്കാൻ അശ്വഗന്ധ നമ്മളെ ന്യൂറോ പ്രൊട്ടക്ഷൻ നമ്മളെ തരുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ മൂഡ്, ഈ ഒരു കാര്യത്തിന് മൂഡ് വേണമല്ലോ. അശ്വഗന്ധ നമ്മുടെ ആങ്സൈറ്റിനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിയിട്ട് നമ്മുടെ പ്രോംപ്റ്റ് ആയിട്ട് നമ്മളെ ഓരോരുത്തരെയും പ്രോംപ്റ്റ് ആക്കി എടുക്കാൻ അശ്വഗന്ധ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ സഹായിക്കുന്നു? നമുക്ക് നല്ല ഉറക്കം കിട്ടുമ്പോൾ നമ്മുടെ ശരീരം സ്ട്രെസ് റിലീസ് ചെയ്യുന്നു. നമ്മുടെ ഒരു തരത്തിലും ആക്റ്റീവ് മോഡിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ അശ്വഗന്ധ നമ്മളെ സഹായിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് ഒരു പേറ്റന്റ് ടെക്നോളജിയിലാണ് വെസ്റ്റീജ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പേറ്റന്റ് ടെക്നോളജിയാണ്. ഇതേ കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തെ എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ സഹായിക്കുന്നു? നമ്മുടെ ബ്ലഡ് പ്രഷറിനെ മാനേജ് ചെയ്യാൻ അശ്വഗന്ധ സഹായിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തില് BP, കാരണം സ്ട്രെസ് വരുമ്പോൾ BP വരുന്നുണ്ട്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിച്ചു നിർത്താൻ അശ്വഗന്ധ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ലിപിഡ് പ്രൊഫൈൽസ്, അശ്വഗന്ധ നമ്മുടെ LDL കൊളസ്ട്രോളിനെയും, ശരീരത്തിൽ അമിതമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ചുറ്റും ഞരമ്പുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോ അത്ര അങ്ങോട്ട് ക്ലിയർ ആവില്ല. അപ്പൊ അവിടെ ഉണ്ടാവുന്ന നമ്മുടെ ചീത്ത കൊളസ്ട്രോളുകളെയൊക്കെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ പുറത്തോട്ട് കളയാനൊക്കെ ഒരു സഹായം ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് അടുത്താണ്? ഓക്സിഡേറ്റീവ് സ്ട്രെസ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാർഡിയോ വാസ്കുലറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ട്രെസ്സുകൾ ഉണ്ടെങ്കിൽ അതിനെ താഴോട്ട് കൊണ്ടുവന്ന് നമ്മളെ നോർമൽ ആയിട്ടുള്ള ഒരു ആരോഗ്യമുള്ള ഒരു പുരുഷനാക്കി മാറ്റാൻ അശ്വഗന്ധ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ, നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ബൂസ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഇതിനകത്ത് ധാരാളം ഉണ്ട്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ഇംപ്രൂവ് ഫെർട്ടിലിറ്റി, നമ്മുടെ ഫെർട്ടിലിറ്റി അശ്വഗന്ധ സ്പേം ക്വാളിറ്റിയും അതുപോലെ സ്പേം ബീജത്തിന്റെ മൂവ്മെന്റുകൾ കൃത്യമാക്കി തരാൻ, അല്ലെങ്കിൽ കൗണ്ട് കുറവ് പറയാറുണ്ട് പലരും, കൗണ്ട് കുറവാണ്. ഈ കൗണ്ട് കുറവിനെ പരിഹരിക്കാൻ
അശ്വഗന്ധ നമ്മളെ സഹായിക്കുന്നു. ഇനി അതുപോലെ തന്നെ നമ്മുടെ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള സെക്സുവൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവല് കൂട്ടാൻ അല്ലെങ്കിൽ അതിനെ ഉയർത്തിയെടുക്കാൻ നമ്പർ 1 ചോയ്സ് എന്നുള്ളത് അശ്വഗന്ധയാണ്. ഓക്കെ, ഇന്ന് ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ് അശ്വഗന്ധയാണ്. വെസ്റ്റീജ് നമുക്ക് അത് ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മൾ ആണ് തീരുമാനിക്കേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ സീൻ ടൈപ്പ് ചെയ്യും. ഓക്കെ അജയ് സാർ. ഓക്കെ സുമ മാഡം, താങ്ക് യു. ഇനി നമുക്ക് ഇതിനെല്ലാത്തിനും പ്രധാനമായിട്ട് നമുക്ക് പുരുഷന്മാരുടെ പ്രോസ്റ്റേറ്റ് ഹെൽത്ത് വേണം. എങ്കിൽ മാത്രമേ ഇതെല്ലാം ഫങ്ഷൻ കറക്റ്റായി നടക്കണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട്, ഈ ഒരു കോമ്പിനേഷൻ നമ്മളെ പ്രോസ്റ്റേറ്റുമായിട്ടുള്ള ഇഷ്യൂസുകൾ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മസിൽ ഡാമേജ്, നമുക്ക് ഫിസിക്കലി എപ്പോഴും മസിൽ ആരോഗ്യമൊക്കെ അത്യാവശ്യം വേണമല്ലോ. ഇങ്ങനെ ഉണ്ടാവുന്ന മസിൽ ഡാമേജുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ അത് അശ്വഗന്ധ നമ്മളെ സഹായിക്കുന്നുണ്ട്. മസിലിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ, ഞാൻ പറഞ്ഞത് ബോഡി ബിൽഡർ ആവാന്നല്ല, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സഹോദരനെ അവരുടെ മസിൽ കപ്പാസിറ്റി ഈ സ്ട്രെസ് ഒക്കെ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ കൊണ്ടുണ്ടാവുന്ന മസിൽ ഡാമേജുകളോ അല്ലെങ്കിൽ പ്രശ്നത്തെ ഇല്ലാതാക്കിയെടുക്കാൻ എന്ത് പറ്റുന്നു? അശ്വഗന്ധ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി അത് കൂടാതെ തന്നെയാണ് ജോയിന്റ് ഹെൽത്ത്. നമ്മുടെ ഈ ആക്റ്റീവ് ലൈഫിന് നമുക്ക് ജോയിന്റ് എപ്പോഴും ഹെൽത്ത് ഉണ്ടാവണം. ഈ ജോയിന്റ് മൂവ്മെന്റുകളൊക്കെ ആവണമെങ്കിൽ ജോയിന്റുകൾ ഹെൽത്ത് ഉണ്ടാവണം. ഇതെന്ത് വേണം? ജോയിന്റ് പെയിനുകളൊക്കെ ഇല്ലാതാക്കി എടുക്കാൻ അശ്വഗന്ധ സഹായിക്കുന്നുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെയുണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ, കാരണം എല്ലാവരും നമ്മളൊരു ഉറക്കത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പൊക്കെയാണല്ലോ നമ്മുടെ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ വരുന്നത്. അവിടെ വയറ് ശരിയില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ആ ഒരു ദിവസം അങ്ങ് പോയി കിട്ടും. അവിടെ വരുന്ന സമയത്ത് നമ്മുടെ ഗട്ട് ഹെൽത്ത്, കുടലിന്റെ ആരോഗ്യത്തെ സപ്പോർട്ട് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? നമ്മുടെ അശ്വഗന്ധ കുടലിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ കുടലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ, ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പരിഹാരം കൊടുക്കാൻ ഒരു പരിധിവരെ അശ്വഗന്ധ നമ്മളെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കൂടാതെ തന്നെ ആന്റി ഏജിങ്ങിലേക്ക്, നമ്മുടെ പ്രായം കൂടാതെ നമ്മൾ എന്നും ഒരു നല്ല ആക്റ്റീവ് ആയിരിക്കാൻ അശ്വഗന്ധ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് അശ്വഗന്ധ. കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റോസ്റ്ററോണിന്റെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ ഓവർ ആയിട്ടുള്ള സെക്ഷൽ ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യാൻ ഈ അശ്വഗന്ധ പലതരത്തിലും നമ്മളെ സഹായിക്കുന്നുണ്ട്. ചിലത് ഇവിടെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്തോളൂ എന്താണെന്നുള്ളത്. ഓക്കെ, മുഴുവൻ അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ടാ, ക്ഷമിക്കണം. ഓക്കെ, നമ്മുടെ അശ്വഗന്ധ നമ്മുടെ ഉദാഹരണക്കുറവ്, നീ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇനി അല്ലെങ്കിൽ എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് ചോദിക്കും എന്തുകൊണ്ടാണ് സാർ അത് പറയാഞ്ഞത് ചോദിക്കും. ഓക്കെ, നമ്മുടെ ഉദാഹരണക്കുറവുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അശ്വഗന്ധ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അനുഭൂതി, കുറച്ചുകൂടി മലയാളത്തിൽ പറഞ്ഞാൽ രതിമൂർച്ച എന്നൊക്കെ പറയും. അത് BP കുറയ്ക്കുന്നത് വഴി നമ്മുടെ മൈഗ്രെയിൻ ഒക്കെ കുറയ്ക്കാനൊക്കെ ഇത്തരം ഇതിലേക്ക് എത്തിച്ചേരാൻ അശ്വഗന്ധ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ സെക്ഷൽ ഡിസയറിലേക്ക് മാറ്റാൻ അശ്വഗന്ധ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ തൃപ്തി, അഭിലാഷം എന്നൊക്കെ പറയില്ലേ, അതിലേക്ക് എത്തിച്ചേരാൻ അശ്വഗന്ധ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓവറോൾ ഹാപ്പിനെസ്സിലേക്ക് അശ്വഗന്ധ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലെ അർജുന എന്ന ഉള്ളത് കേട്ടോ. അടുത്താണ് അർജുന അല്ലെങ്കിൽ നീർമരുത് എന്ന് പറയും. നീർമരുതിനെ കുറിച്ച് നമ്മൾ വേറെയും പോലെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സഹായിക്കുന്നത്? പരസ്പരം ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഇതൊരു യുണിക് കോമ്പിനേഷൻ ആണ്. കാരണം ഇത് പരസ്പരം ഇങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പൊ നോക്കുന്ന സമയത്ത് ഹാർട്ട് ഹെൽത്തിലേക്ക് ഈ നീർമരുത് അല്ലെങ്കിൽ അർജുന നമ്മുടെ ഹാർട്ടിലേക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അവിടെയുള്ള നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്ത് നന്നാക്കി എടുക്കാനൊക്കെ ലോവർ ബ്ലഡ് പ്രഷർ നമ്മുടെ അർജുന സഹായിക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ ലിപിഡ് പ്രൊഫൈൽ ശരിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. മെയിൽ ഫെർട്ടിലിറ്റിയുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ട് സ്പേം ക്വാളിറ്റി കൂട്ടാനൊക്കെ
മൂവ്മെന്റുകൾ കറക്റ്റ് ആക്കാനും അർജുന നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ഹെൽത്തിനെയും ഇത് സഹായിക്കുന്നുണ്ട്. പെർഫോമൻസ് ലെവല് ഇംപ്രൂവ് ചെയ്യാൻ, നമ്മുടെ പെർഫോമൻസ് ലെവല് കൂട്ടാൻ ഇവിടെയും നമ്മുടെ ഏതെങ്കിലും ഡി ഫങ്ഷൻ, എന്തെങ്കിലും ഫങ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശീഘ്രസ്ഖലനം അല്ലെ, അങ്ങനെ പറയാവുന്നറിയില്ല, എന്നാലും നിങ്ങൾ നമ്മുടെ മുതിർന്നവരെ ക്ഷമിക്കുക, തുടക്കത്തിലേ പറഞ്ഞ പോലെ അത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ഹാപ്പി ലൈഫിന് മുമ്പ് തന്നെ സംഭവിക്കുകയാണെങ്കിൽ അതില്ലാതാക്കാൻ, അതിനെ ഇല്ലാതാക്കിയെടുക്കാൻ അർജുന നമ്മളെ സഹായിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പെർഫോമൻസ് ലെവല് കൂട്ടാൻ അങ്ങനെ അർജുന നമ്മളെ സഹായിക്കുന്നത്. ഇതും അതുപോലെ തന്നെ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാൻ, നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് ആങ്സൈറ്റി സ്ട്രെസ്സുകളെ കുറയ്ക്കാന് ഈ അർജുനയും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ മൂഡുകളെ ഡിപ്രഷൻ മോഡിലേക്ക് പോകണമെങ്കിൽ പോലും അർജുന നമ്മളെ ഒരു ഹാപ്പി മൂഡിലേക്ക് മാറ്റി നമ്മുടെ ലൈഫിനെ കളർഫുൾ ആക്കാൻ സപ്പോർട്ട് അർജുന നമ്മളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ നീർമരുന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ, ഫിസിക്കൽ ആയിട്ടുള്ള പെർഫോമൻസിനൊക്കെ, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയൊക്കെ സഹായിക്കാൻ ഇവിടെയും അർജുന നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി അർജുനയില് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നൈട്രിക് ഓക്സൈഡ് പ്രൊഡക്ഷൻ കൂട്ടും സഹായിക്കുന്നുണ്ട്. അതുവഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും പുരുഷ ഉത്തേജന സ്ഥലങ്ങളിൽ ഈ ഒരു നൈട്രിക് ഓക്സൈഡ് ഉൽപാദനം കൂട്ടുന്ന വഴി നല്ല സ്ട്രെങ്തനിലേക്ക് മാറാനും കഴിയുന്നുണ്ട്. ഓക്കെ, ഇതിൽ എങ്ങനെ ഇതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല, കുറച്ച് അടുത്തേക്ക് കൊണ്ട് എത്തിച്ചേരാനേ എനിക്ക് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ബാക്കി ഗസ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നമ്മള് അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ്, അർജുന നമ്മള് റിലാക്സ് ബ്ലഡ് വെസൽസിനെ, നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഫങ്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫങ്ഷനുകള്, പ്രശ്നങ്ങൾ വരുമ്പോ അർജുന നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ അർജുന നമ്മുടെ ടെസ്റ്റോസ്റ്റെറോണിനെ, അല്ലെങ്കിൽ നമ്മുടെ പുരുഷ സെക്സ് ഹോർമോണിനെ കൂട്ടാൻ ഇവിടെ അർജുന, നമ്മുടെ വെസ്റ്റേജിന്റെ ഈ ഒരു എനർജി ബൂസ്റ്ററിലെ അർജുന നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത് കൂടാതെ തന്നെ സ്പേം, നമ്മുടെ ബീജത്തിന്റെ ഉൽപാദന ശേഷി കൂട്ടുക, നമ്മുടെ കൗണ്ട് കൂട്ടുക, നമ്മുടെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ആക്റ്റീവ് മോഡിലേക്ക് മാറ്റാനും ഒക്കെ ഈ അർജുനയും അതേപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന അശ്വഗന്ധയും ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു യൂണിക് കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫിസിക്കൽ പെർഫോമൻസ് കൂട്ടാൻ ഇത് പറ്റുന്നുണ്ട്. അടുത്താണ് കടുക്ക അല്ലെങ്കിൽ ഹരിതക്കി എന്ന് പറയുന്നത്. ഇവിടെയും നമ്മുടെ ഡൈജഷനെ ശരിയാക്കി തരുന്നുണ്ട്. ഡൈജഷൻ ശരിയാവുന്ന സമയത്ത് എന്ത് പറ്റും, നമ്മുടെ മെച്ചപ്പെട്ട ശരീരഭാഗങ്ങളിലേക്കൊക്കെ എല്ലാം കിട്ടേണ്ടതെല്ലാം കിട്ടും. കാരണം നമ്മളെല്ലാം സപ്ലിമെന്റുകളൊക്കെ ധാരാളം കഴിക്കുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് വേണ്ട ഡൈജഷനൊക്കെ കിട്ടുമ്പോൾ എല്ലാം ഇതിലേക്ക് നമുക്ക് എത്തും. അപ്പോ ഈ മൂന്നാമത്തെ പറയുന്ന ഇവിടെ ഗ്യാസ് പോലുള്ള പലരും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ സെക്ഷൽ എൻഹാൻസർ മൂഡ് നമുക്ക് മാറാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ ഈ ഒരു ഘടകം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഗ്യാസ് പോലെയുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ സഹായിക്കുന്നുണ്ട്. നോക്കൂ, ഈ 3 പ്രോഡക്റ്റുകളില് 3 പറയുമ്പോൾ തന്നെ ഇവരെല്ലാം പരസ്പരം യുണിക് ആണ്, പരസ്പരം വളരെ ക്ലോസ്ഡ് ആണ്, ക്ലോസ് ആയിട്ട് ഇങ്ങനെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയും ഇതും നമ്മളെ ഉടലിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്നുണ്ട്, ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഇതിൽ ധാരാളം ഉള്ളതുകൊണ്ട് ഇനി ഇവിടെയും നമ്മുടെ ഫെർട്ടിലിറ്റിനെയും അതുപോലെ പ്രോസ്റ്റേറ്റ് ഹെൽത്തിനെയും സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വെൽബീയിങ് ആയിട്ടുള്ള മാറ്റാൻ ഇവിടെയും നമ്മളെ ആര് സഹായിക്കുന്നുണ്ട്? ഈ കുടുക്ക ഹരിതക്കി നമ്മളെ സഹായിക്കുന്നുണ്ട്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, അടുത്തതാണ് നമുക്ക് ഇതിനെ ഒന്നും കൂടെ നമുക്ക് ഡീറ്റെയിൽ പോയി കഴിഞ്ഞാൽ ഇതിലും ഒരു നൈട്രിക് ഓക്സൈഡിന്റെ ലെവലുണ്ട്. ഈ ഒരു ഇതും നമ്മളെ ഓരോരുത്തരുടെയും ഉത്തേജനത്തെ കൂട്ടാൻ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഉത്തേജനം കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ മൂഡിനെ ഇംപ്രൂവ് ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയവരൊക്കെ ചാറ്റ് ബോക്സിൽ സീന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ,
ഇനി അടുത്തതാണ് അവസാന പാർട്ടിലേക്ക് വരുന്ന സർപ്പഗന്ധ. ഈ സർപ്പഗന്ധയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ സർപ്പഗന്ധ ഈ ഒരു അശ്വഗന്ധയും ഇതില് ഏറ്റവും നമ്മുടെ എല്ലാ തരത്തിലും നമ്മുടെ ഹാപ്പി ലൈഫിനെ പൂർണ്ണമായിട്ടും നമ്മുടെ ഫങ്ഷനെ സഹായിക്കാൻ സർപ്പം അല്ലെ, പലപ്പോഴും സർപ്പം നോക്കൂ, ചിന്തിച്ചു നോക്കൂ, എങ്ങനെയാണ് പലപ്പോഴും പല അതിന്റെ എംബ്ലം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. എങ്ങനെയാണ് രണ്ട് സർപ്പങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അല്ലെ. എപ്പോഴും ഇങ്ങനെയുള്ള ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഈ സർപ്പഗന്ധയും അശ്വഗന്ധയും ഒക്കെ ഇതേ കാറ്റഗറിയിലായതുകൊണ്ട് ഇത് നമ്മളെ എൻഹാൻസ് ചെയ്യാൻ വളരെ 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 സഹായം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സർപ്പഗന്ധ നമ്മുടെ എല്ലാ തരത്തിലും പ്രോസ്റ്റേറ്റ് കെയറിനെ സഹായിക്കുന്നുണ്ട്, നമ്മുടെ സ്പേം ക്വാളിറ്റിയെ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്, നമ്മളെ പെർഫോമൻസ് ലെവലിന് വീക്ക് ആവുന്നുണ്ടെങ്കിലും ലോവർ ബ്ലഡ് പ്രഷർ കറക്റ്റ് ആക്കാനും നമ്മുടെ കാർഡിയോവാസ്കുലർ സഹായിക്കാനും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടികളൊക്കെ ഇതിലും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായും നമ്മളെ എവിടെയും ഫെയിലിയർ ആവില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അശ്വഗന്ധ അതുപോലെ സർപ്പഗന്ധ ഈ രണ്ട് കോമ്പിനേഷനും നമ്മളെ വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്റ്റാമിന, നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ആയി പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഉത്തേജനത്തെ നേരത്തെ പറഞ്ഞ പോലെ ഉത്തേജന കുറവുകൾ വരുന്ന സമയത്ത് നമ്മൾക്ക് ന്യൂട്രൽ മോഡിലേക്ക് പോവുക. നിങ്ങൾ അതൊക്കെ ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതൊക്കെ നിങ്ങൾ എന്താണെന്നൊക്കെ ചിന്തിച്ചോളൂ കേട്ടോ. ന്യൂട്രൽ മോഡിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ സഹായിക്കാൻ ഈ ഒരു നമ്മുടെ വെസ്റ്റീജിന്റെ എനർജി ബൂസ്റ്റിലെ അശ്വഗന്ധയും അർജുനയും അരിത്തക്കിയും സർപ്പഗന്ധയും ഒക്കെ തുടങ്ങുന്ന ഈ ഒരു കോമ്പിനേഷൻ നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു സൊല്യൂഷൻ, ഒരു ഡിമാൻഡ് ഓൺ സൊല്യൂഷൻ എന്ന് പറയില്ലേ, നമ്മുടെ ഒരു അത്യാവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷനെ വെസ്റ്റീജ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിന്ന് സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇന്ന് കോവിഡിന് ശേഷം ഈ ഒരു ഇൻഡസ്ട്രി വളരെയധികം വളർന്നിട്ടുണ്ട്. പല കമ്പനികളും ഈ ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട്, പല പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിന് ഒരു യുണീക്ക് ആയിട്ടുള്ള വലിയ ഘടകം നമ്മുടെ മുന്നിലുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അടുത്തൊരു സ്ക്രീനിലൂടെ വരുന്നുണ്ട് അത്. ഓക്കെ, നോക്കിയാൽ അറിയാൻ പറ്റും. ഒന്ന് മാറ്റി തരുമോ സ്ക്രീന് സാറേ? രണ്ടും കൂടെ ഒരു ഉണ്ടാവും. അപ്പൊ നോക്കൂ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അവസാന പാർട്ട് എത്തുന്ന സമയത്ത് ഒന്ന് സൂം ചെയ്തോളൂ, എല്ലാവരും കണ്ടോട്ടെ. ക്ലിനിക്കലി നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ വിവിധ തരത്തില് സഹായിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ ഒരു പഠനം ഈ ഒരു പ്രോഡക്റ്റ് പേറ്റന്റ് ടെക്നോളജി അല്ലെങ്കിൽ പേറ്റന്റ് ലഭിച്ച ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഒരു ഇന്റർനാഷണൽ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഈ പാരാമീറ്റേഴ്സ് ഒക്കെ എടുത്തിരിക്കുന്നത്. ഈ സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മുടെ സിറം കോർട്ടിസോളിന്റെ അളവുകൾ കഴിച്ച ആദ്യത്തെ ദിവസം, അതേപോലെ 30ാമത്തെ ദിവസത്തിൽ എങ്ങനെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്, അതുപോലെ നമ്മുടെ ടെൻഷൻ എങ്ങനെ നമുക്ക് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവ് കൂടിയത് എങ്ങനെയാണ് ഓരോ ഇത് കഴിയും തോറും വ്യത്യാസം വരുന്നുള്ളത് സ്ക്രീനിൽ ക്ലിനിക്കൽ സ്റ്റഡിയുടെ റിസൾട്ടുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലിയർ? അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, ഇതും പാരാമീറ്റേഴ്സ് ഇന്റർനാഷണലി എടുത്താണ് കേട്ടോ, കാരണം വെസ്റ്റീജ് എപ്പോഴും സ്റ്റാൻഡേർഡ് എടുക്കുന്നത് ഇന്റർനാഷണലി ആണ്. അപ്പൊ നോക്കൂ എന്തെല്ലാം തരത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണക്കുറവ് ആക്റ്റീവ് ആക്കി എടുക്കാൻ, അതായത് 30 ദിവസമാണ് കേട്ടോ. ചിലവർക്ക് 15 ദിവസം കഴിയുമ്പോൾ ഇതിൽ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ 30 ദിവസത്തിൽ കഴിയും നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉദാഹരണക്കുറവുകൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ശരിയാക്കി എടുക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ക്ലിനിക്കലി നമ്മളെ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ രതിമൂർച്ച എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞു, ഇതിന്റെ പെർഫോമൻസ് ലെവലും സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്, ഇന്റർനാഷണലി എടുത്തിട്ടുണ്ട്. അതും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വ്യത്യാസം എന്താണെന്നുള്ളത്. സെക്ഷൽ ഡിസയർ, നമ്മുടെ ഹാപ്പി എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു സ്ക്രീനും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇന്റർകോഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ളതും ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇന്റർകോഴ്സ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതിന്റെ ക്ലിനിക്കലി ഒരു ഇൻഡെക്സ് ഇന്റർനാഷണൽ എടുത്തതാണ്, അതും ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണാൻ പറ്റും. ക്ലിയർ?
ഇനി അതുപോലെ ഓവറോൾ ഹാപ്പിനെസ്സിലേക്ക് എങ്ങനെയാണ് ഇത് സഹായിക്കുന്നത്. അടുത്ത ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓവറോൾ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് കാണാൻ പറ്റും. അടുത്ത സ്ക്രീൻ ഒന്ന് മാറ്റി തരൂ. യെസ്, ഇതൊരു ക്ലിനിക്കൽ സ്റ്റഡിയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫംഗ്ഷനും ഈ അശ്വഗന്ധ, അർജുന, ബിബിത്കി, സർപ്പഗന്ധ ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ വെസ്റ്റീജിൽ നമ്മുടെ 31% എങ്ങനെയാണ് ഓരോന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനെയും കൂട്ടുന്നു. പെർഫോമൻസ് ലെവൽ നമ്മുടെ സെക്ഷൽ ഹാപ്പി ലൈഫിലേക്ക് വരുന്ന ഇൻട്രസ്റ്റ് കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് 43%. ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് 20% വരെ വർദ്ധിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ക്ലിയർ? അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, ഇവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് നോക്കൂ, നിങ്ങൾ കാണാൻ പറ്റും. കുറച്ചുകൊണ്ട് നമ്മുടെ എല്ലാ തരത്തിലും ഡിപ്രഷനുകളും ആങ്സൈറ്റി സ്ട്രെസ്സിനെയും ഓരോന്നിനും ഡിപ്രഷൻ 1% നമ്മളെ കുറയ്ക്കുന്നുണ്ട്, ആങ്സൈറ്റി 24% കുറയ്ക്കുന്നുണ്ട്, 28% നമ്മളെ കുറച്ച് വഴി. ഇതൊക്കെ എല്ലാം ക്ലിനിക്കലി ട്രയൽ ചെയ്തിരിക്കുന്ന ധാരാളം ആളുകളിലേക്ക്, വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള, കാരണം പേറ്റന്റ് ലഭിക്കണമെങ്കിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ ക്ലിനിക്കൽ ടെസ്റ്റ് നടക്കണം. അങ്ങനെ നടത്തിയിരിക്കുന്ന ടെസ്റ്റ് റിസൾട്ടിൽ ഉണ്ടാവുന്ന പഠനത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റാസ് മുഴുവൻ എടുത്തിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മളെ സ്ട്രെസ് കുറയ്ക്കുന്നു, നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കുന്നു, നമ്മുടെ സെക്ഷൽ ഹോർമോണിനെ ഇൻക്രീസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ ഓവറോൾ നമ്മുടെ പെർഫോമൻസിനെ നമ്മൾ കൂട്ടാൻ അശ്വഗന്ധ അല്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ നമ്മളെ സഹായിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോവാം. യെസ്, ഇത് നേരത്തെ വന്നിരുന്നു, എന്നാലും ഇങ്ങനെ വരുമ്പോഴും നിങ്ങൾക്ക് ആ ഗ്രീൻ ഇത് കാണാൻ പറ്റും. എങ്ങനെയാണ് നമ്മുടെ ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവിനെ ഈ ഒരു കോമ്പിനേഷനിലൂടെ കഴിക്കുമ്പോൾ കൂട്ടി നമ്മുടെ സ്ട്രെസ്സിനെ താഴോട്ട് കൊണ്ടുവന്ന് നമ്മുടെ പെർഫോമൻസ് ലെവൽ കൂട്ടാൻ ഈ ഒരു ഗ്രാഫിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ടെസ്റ്റോസ്റ്റെറോണിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, മൂവ് ചെയ്തോളൂ. പലതരത്തിലും ഏതൊക്കെ തരത്തിൽ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതിനൊക്കെ കൃത്യമായിട്ട് ഇതെല്ലാം കഴിഞ്ഞ സ്ലൈഡിലൂടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓവറോൾ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നതാണ്. നമ്മുടെ ആക്റ്റീവ് ലൈഫിനെ എന്തെല്ലാം തരത്തിൽ ബാധിക്കുന്നു, നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനും, നമ്മുടെ സെറം കോർട്ടിസോൾ ലെവല് കറക്റ്റ് ആക്കാനും, നമ്മുടെ ടെസ്റ്റോസ്റ്റെറോണിനെ കൂട്ടാനും, അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും തരത്തിലുണ്ടാവുന്ന പവറിന് കുറവ് വരുന്നുണ്ടെങ്കിലും എല്ലാം നമ്മളെ ബാലൻസ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നോർമലൈസേഷനിലേക്ക് വന്ന് നമ്മുടെ ഒരു ഹാപ്പി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ ആർക്ക് പറ്റുന്നു? എനർജി ബൂസ്റ്റ് കഴിക്കുന്നു. ജസ്റ്റ് 1 ക്യാപ്സൂൾ എ ഡേ, ഒരു ദിവസം 1 ക്യാപ്സൂൾ എന്നതാണ് ഇതിൽ കഴിക്കേണ്ട ഇത്. ഓക്കെ, ഒരു 400 mg ആണ് ഇതിലടങ്ങിയിരിക്കുന്ന അശ്വഗന്ധ. മാർക്കറ്റിലെ എക്സ് എന്ന ബ്രാൻഡ് ഏതാണ്ട് 200 mg ആണ് അവരിൽ ഇട്ടിരിക്കുന്നത്. വെസ്റ്റീജ് 400 mg ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 1050 രൂപയാണ് ഇതിന്റെ വിലയാ. BP 895 ആണ്. 29.83 PV നമുക്കിതുണ്ട്. 30 വെജിറ്റേറിയൻ ക്യാപ്സൂൾ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, 30 ക്യാപ്സൂൾ ആണ് ഒരു ദിവസം 1 എന്ന നിലയിലാണ് ഇത് കഴിക്കേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന നമ്മുടെ പെർഫോമൻസ് ലെവലുകളൊക്കെ കൂട്ടാൻ ഈ ഒരു ഘടകം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് നമുക്ക് എപ്പോഴും നോൺ ഹാബിറ്റ് ആണ്. അതായത് കഴിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പേറ്റന്റ് ടെക്നോളജി പറഞ്ഞു. അതുപോലെ തന്നെ ജനറലി റെക്കമെൻഡഡ് ഫോർ സേഫ്, ഈ ഒരു പ്രോഡക്റ്റ് കഴിക്കുന്നത് കൊണ്ട് വളരെ സേഫ് ആണ് എന്നതും കൂടെ ഇതിലുണ്ട്. ഇത് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അശ്വഗന്ധ 400 mg ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ദെൻ ഇനി മറ്റൊരു ഇതുകൂടി, ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള കുറെ ഫീഡ്ബാക്ക് എടുത്തതിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായ കാര്യം കൂടി ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാം. മാർക്കറ്റിലെ എക്സ് എന്ന ബ്രാൻഡ് ഉപയോഗിക്കുന്ന പല ആളുകളും എനിക്ക് അറിയാൻ കഴിഞ്ഞ ആളുകളുണ്ട്. അവരോട് ഞാൻ ഇതിന്റെ ഫീഡ്ബാക്കും വെസ്റ്റീജിന്റെ എനർജി ബൂസ്റ്ററും ഉപയോഗിച്ചുകൊണ്ടുള്ള ഫീഡ്ബാക്ക് ഞാൻ എടുത്ത സമയത്ത് പലരും പറഞ്ഞത്, നമ്മളായതുകൊണ്ട് തുറന്നു പറയുന്ന ആളുകളാട്ടോ, അതിനുശേഷം മാർക്കറ്റിലെ ബ്രാൻഡ് ഉപയോഗിച്ച ആളുകൾക്ക് അമിതമായിട്ടുള്ള വിയർപ്പുണ്ടാവുന്നു, വിറയലുണ്ടാവുന്നു, ചില ആളുകൾക്ക് 1-2 ദിവസം തലകറക്കം ആഫ്റ്റർ അവരുടെ ഹാപ്പി ലൈഫ്, അതായത്
സ്വന്തം പാർട്ട്ണറുമായിട്ടുള്ള അവരുടെ ഹാപ്പി ലൈഫിന് ശേഷം ഉണ്ടാവുന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുന്ന 1-2 ദിവസങ്ങളോ ചിലപ്പോൾ ആ ദിവസം തന്നെ അല്ലെങ്കിൽ വെരി നെക്സ്റ്റ് ഡേ അവർക്ക് പലപ്പോഴും ചില ആളുകൾക്ക് തലകറക്കം ഉണ്ടാവുന്നു, വിശപ്പില്ലായ്മ വരുന്നു, അമിതമായിട്ടുള്ള വിയർപ്പ് വരുന്നു, അതുപോലെ തന്നെ അവരുടെ വയറു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു, ശരീരം വലിഞ്ഞു മുറുകി എന്നുള്ളൊരു ഫീലിംഗ് അങ്ങനെ വരുന്നുണ്ട് എന്നുള്ള പലതും പറയാറുണ്ട്. പക്ഷെ ഇത് ഫുള്ളി നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് 100% വെജിറ്റേറിയൻ ആണ്, പ്രൂവ്ഡ് വൺ ആയിട്ടുള്ള ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഇത് ജനറലി റെക്കമെൻഡ് സേഫ് ആയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പെർഫോമൻസ് ലെവൽ ടോട്ടൽ എടുക്കുന്ന സമയത്ത് 26% പെർഫോമൻസ് ലെവൽ കൂട്ടാൻ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് സാധിക്കുന്നുണ്ട്. പിന്നെ മാർക്കറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് നേരത്തെ ഹാർട്ട്, നമുക്ക് പലതരത്തിലുള്ള ശരീരത്തിന്റെ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ നമ്മുടെ ഹാപ്പി മൂഡിലേക്ക് നമ്മൾ എത്തിക്കുകയും നമ്മുടെ സ്ട്രെസ്സിനെയൊക്കെ കുറയ്ക്കാൻ പറ്റുന്നു, ആങ്സൈറ്റിയെ കുറയ്ക്കാൻ പറ്റുന്നു, നമുക്കുണ്ടാവുന്ന നമ്മുടെ ഹാപ്പി ലൈഫിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ മാർക്കറ്റ് എക്സ് എന്ന ബ്രാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത് വഴി ഉപയോഗിച്ച ആളുകളുടെ ഫീഡ്ബാക്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ജനറലി ഇത് സേഫ് ആണ്, വെജിറ്റേറിയൻ ആണ്, ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റും. 40+ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ലൈഫ് പാർട്ട്ണർക്ക് നമുക്ക് പരസ്പരം കൊടുക്കാൻ പറ്റുന്ന ഒരു 2025 ഒരു ഗിഫ്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഹാപ്പി ലൈഫ്, നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള ഹാപ്പി ലൈഫിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ആണ് പരസ്പരം. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ ധാരാളം പേര് വെസ്റ്റീജിലുണ്ട്. അവരൊക്കെ വളരെ സീരിയസ് ആയിട്ട് ആക്റ്റീവായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അതേപോലെ നമ്മുടെ സഹോദരന്മാരുണ്ട്. പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്വന്തം പാർട്ട്ണർക്ക് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി, അവർക്കുണ്ടാവുന്ന ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? എനർജി ബൂസ്റ്റർ നമുക്ക് പരസ്പരം റെക്കമെൻഡ് ചെയ്യാം. ആരൊക്കെ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോ യെസ് എന്ന് പറയാൻ മടി ഉണ്ടാവും. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം, ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം അതില്ല, അതിപ്പോ പലരും പറയും ഇതിനു വേണ്ടി മാത്രമാണോ ഈ ഒരു പ്രോഡക്റ്റ് ചോദിച്ചാൽ അല്ല. നമുക്കുണ്ടാവുന്ന ആങ്സൈറ്റി ഡിസോർഡറുകൾ, ഏതെങ്കിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫിസിക്കലി നമുക്ക് ഇന്റേണലി നേരത്തെ പറയുന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ സ്ട്രെസ്സിനെ, ഹോർമോണിനെ ബാലൻസ് ചെയ്തെടുത്ത് നമ്മുടെ ഹോർമോൺ ലെവൽ കറക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോ ധാരാളം പേര് അസ്ലം സാറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, സൂപ്പർ. തുറന്നു പറയുന്നത് ധാരാളം പേര് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പല എൻ്റെ അടുത്ത് നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരാണ്. അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് ചില ആളുകൾ എന്നോട് വിളിച്ച് ചോദിച്ചൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു സെഷൻ നമുക്ക് അവസാനിക്കാം. ഓക്കെ, ചിലർ പറഞ്ഞു നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താ അറിയോ, നമ്മൾ ഭയങ്കര കരുത്തന്മാരാണെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ചില ആളുകൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, സാറേ ഇത് എനിക്ക് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ചോദിച്ചപ്പോഴേ, അല്ല അത് കൊടുക്കണോണ്ട് നല്ലതല്ലേ, ഈ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ പറ്റില്ല ചോദിച്ചു. ധൈര്യമായിട്ട് കൊടുത്തോളൂ. ഇതിന് എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ ചോദിച്ചു. അപ്പോ എലർജിനെ കഴിക്കണ്ടോ ചോദിച്ചു. എലർജിയും കഴിക്കുന്നുണ്ട്. സ്പൈല കഴിക്കണ്ടോ ചോദിച്ചു. സ്പൈല കഴിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഇത് കൂടി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പരസ്പരം റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഹണിമൂൺ ആക്കി മാറ്റാൻ വെസ്റ്റീജ് മുന്നിൽ നമുക്ക് എനർജി ബൂസ്റ്റർ പ്രൈം കാറ്റഗറിയിൽ തന്നെ തന്നിട്ടുണ്ട്. എല്ലാവരും വാങ്ങുക, ഉപയോഗിക്കുക, മാക്സിമം നമ്മുടെ ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്യാം. ഇതിലേറ്റവും ധാരാളം പേർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, തുറന്നു പറയാൻ അവർ സമ്മതിക്കില്ല. പക്ഷെ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഡക്റ്റ് വളരെയധികം യൂസ്ഫുൾ ആണ്. നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന് ഒരു ഹാപ്പി ലൈഫ് നമുക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുന്ന ഒരു ഡിവൈൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. അതാണ് വെസ്റ്റീജിന്റെ പ്രൈം കാറ്റഗറിയിലെ എനർജി ബൂസ്റ്റർ. ഇത് എല്ലാവരും റെക്കമെൻഡ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ ഏതെങ്കിലും തരത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, കാരണം ഈ ഒരു ക്ലാസ് അങ്ങനെയാണ്, അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ബഹുമാനത്തോടു കൂടിയിട്ട് ക്ഷമിക്കുക. കാരണം അങ്ങനെ പറഞ്ഞു തന്നില്ലെങ്കിൽ 40 വയസ്സുള്ള താഴെയുള്ളവർക്കും ഉപയോഗിക്കാം, നോ ഇഷ്യൂ, അതൊന്നും കുഴപ്പമില്ല. 40 വയസ്സിലെ താഴെയുള്ളവർക്കും ആർക്കും ഉപയോഗിക്കാം, എബോവ് 18 ആർക്കും ഉപയോഗിക്കാം. പക്ഷെ 40 വയസ്സിലേക്ക് ഞാൻ വരാൻ കാരണം
ഈ ക്ലിനിക്കലി ഒരു പഠനം കോവിഡിന് ശേഷം വന്നവർക്ക് 40 വയസ്സിലുള്ളവർക്ക് ധാരാളം വന്നിട്ടുണ്ട്. അതിൽ താഴെയുള്ളവർക്കും ഇതുണ്ട്, ഈ പ്രശ്നമുണ്ട്, എല്ലാവർക്കും ഉപയോഗിക്കാം. പക്ഷെ 40 വയസ്സുകാരെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ താഴെയുള്ളവർക്കും ആർക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നോ ഇഷ്യൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എനിവേ, എല്ലാ ബഹുമാനത്തോടു കൂടിയിട്ട് ഇന്നത്തെ സെഷൻ നമുക്ക് വെസ്റ്റേജ് പ്രൈം എനർജി ബൂസ്റ്റർ, ഇത് മരുന്നല്ല, ഫുഡ് സപ്ലിമെന്റ് ആണ്. നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആരാണോ നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവരോട് ചോദിച്ച് മനസ്സിലാക്കൂ. എല്ലാ DLCPകളും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. മാക്സിമം അതിന് എല്ലാ ലീഡേഴ്സും ഇത്തരം ഡൗട്ടുകൾ ഉള്ളവരെ ക്ലിയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങളുടെ ലീഡേഴ്സിനോട് ചോദിച്ചാൽ അവർ ബാക്കി സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരും. എനിവേ, നമുക്കിന്ന് നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള MC സുഷിത മാഡത്തിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. നമുക്കിന്ന് നമ്മുടെ ടോപ്പിക്കിന്റെ പേര് തന്നെ ആഡ് പവർ ടു യുവർ ലൈഫ് വിത്തൗട്ട് ഫെയിൽ. ഒരിക്കലും നമ്മൾ പരാജയപ്പെടുന്നില്ല. താങ്ക് യു സോ മച്ച്. വിഷ് യു വെൽ. Thank you, sir. Thank you so much. It's an excellent product with an powerful presentation. Thank you so much, sir. എല്ലായ്പ്പോഴും എല്ലാ ആഴ്ചയിലും പോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് അതിന്റെ മാർക്കറ്റിംഗ് വാല്യൂ, അത് എന്തുകൊണ്ട് നമ്മുടെ വെസ്റ്റേജ് പ്രൈം യൂണീക്ക് ആകുന്നു, നമ്മുടെ എനർജി ബൂസ്റ്റർ എന്തുകൊണ്ട് യൂണീക്ക് ആകുന്നു എന്നുള്ള കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും നമ്മളിലേക്ക് എത്തിച്ചു തന്നതിന് വളരെയധികം താങ്ക്സ്. സാറിനുള്ള കമന്റ്സ് സാറിന് നേരിട്ട് കാണാവുന്നതാണ്. അത്രയും എക്സലന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്, സാർ. അപ്പൊ അടുത്ത ആഴ്ച ഇതിലും ബെറ്റർ ആയിട്ടുള്ള, ഇതിലും കൂടുതൽ, നമുക്ക് ഇന്ന് ആളുകൾ കുറച്ച് കുറവാണ് ണെന്ന് തോന്നുന്നു. കാരണം 500 കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട്. മാക്സിമം നിങ്ങളുടെ ടീംമേറ്റ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സെഷൻ വമ്പിച്ച വിജയമാക്കണം. കാരണം ഈ ഒരു പ്രോഡക്ട്സിനെ കുറിച്ചുള്ള അറിവുകൾ നമ്മളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കുന്നുണ്ടാവുക. അപ്പൊ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു സെഷനിൽ MC ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം നൽകിയ എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു ഓൾ.